ഹലോ, വെൽക്കം ടു മംസ് റൊട്ടീൻ. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതണേ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇന്നലത്തെ നമ്മളൊരു ദിവസം കേട്ടോ, അതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരവും നമുക്ക് ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ നല്ലൊരു ഹാപ്പിയാണ്. അപ്പോൾ വീഡിയോ നമുക്ക് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒന്ന് മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മഴ മിക്കവാറും ദിവസം മഴ തന്നെയാണല്ലോ എന്നും. വൈകിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും മഴ തന്നെയാണ്. രാവിലെയും മഴ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മഴ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മുറ്റടിച്ച് വരാമെന്ന് കരുതിയത്. മഴ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എങ്ങനെയായാലും മുറ്റടിക്കാൻ പറ്റില്ല. പിന്നെ ഈ മെറ്റലും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇലകളൊക്കെ അടിച്ച് വരാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ പൊതുവേ എനിക്ക് മുറ്റടിക്കാൻ കുറച്ച് മടിയാണ്. കാരണം മുറ്റത്തുനിന്ന് ഇങ്ങനെ നമ്മൾ മെറ്റലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇല ഇങ്ങനെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പെറുക്കി കളയലാണ് ചെയ്യൽ. മുറ്റത്തുനിന്ന് ഓരോ ഇലകളൊക്കെ വീണ് എടുക്കുമ്പോൾ അപ്പോൾ തന്നെ അതുണ്ട് പെറുക്കി കളയും. ഒരുപാട് ഇലകളൊന്നും വീഴാനൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വീഴാനുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു പേരമരമുണ്ട്, അതിൻ്റെ ഇലകൾ കുറച്ച് പൊഴിയും. പിന്നെ ഒരു ചെറിയൊരു മാവുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇലകളാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഞാനണ്ട് എടുത്ത് കളയലാണ് ദിവസം ചെയ്യൽ. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇന്ന് കുറച്ച് രാവിലെ അങ്ങനെയൊക്കെ മഴയൊന്നുമില്ല, അപ്പോൾ ഒന്ന് അടിച്ചു വരാം. ഇടയ്ക്കൊന്നും അടിച്ചില്ലെങ്കിൽ അതും ഒരു യാതിയാണ്. അപ്പോൾ ഒന്ന് ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ്. കുട്ടികൾ രണ്ടാളും സ്കൂളിൽ പോയിക്കണ്. അപ്പോൾ അവർക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ സ്കൂൾക്ക് കൊടുത്തേക്ക് നമ്മൾ ചോറ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഗീ റൈസ് വെച്ചിട്ട് അങ്ങനെ ഒരു ചെറുതായിട്ടൊരു ലഞ്ച് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് അവർക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. കുറച്ച് എനിക്കും കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ നല്ല ഹറിബറി ആയിട്ടുള്ള ഒരു പണിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചൺ ക്ലീൻ ആക്കിയതിൻ്റെ ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ മഴക്കാലമായതിന് ശേഷം എനിക്ക് സ്ഥിരമായിട്ടുള്ളൊരു റൂട്ടീനാണ്. രാവിലെ എന്നും ഇതേപോലെ കുറച്ച് തുളസിൻ്റെ ഇല ഞാൻ പറിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നല്ല പനി, ജലദോഷം, പിന്നെ കുട്ടികൾക്ക് ഓരോരോ അസുഖങ്ങൾ പെട്ടെന്ന് വരുന്ന ഒരു ടൈമാണ് ഈ വർഷക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വൃത്തിൻ്റെ കാര്യത്തിലായാലും വീടിൻ്റെ പരിസരമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യം നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ പിന്നെ അതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ജീരകട്ട അത് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഏലക്കായ, പിന്നെ നമ്മളതാ പറിച്ചു കൊടുക്കുന്ന തുളസി നന്നായിട്ട് കഴുകിയിട്ട് അതും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ, മഞ്ഞൾപ്പൊടി എല്ലാ രോഗത്തെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ചൊവ്വ വല്ലാതെ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ വെള്ളം അതുപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കും കേട്ടോ. ഇത് ഒരു ഗ്ലാസ് വീതം കുട്ടികൾക്ക് ഞാൻ ദിവസവും കൊടുക്കലുണ്ട്. വർഷക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തുമ്മൽ, ജലദോഷം അങ്ങനെ സംഭവങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നല്ലതാണ്, പ്രതിരോധത്തിന് നല്ലതാണ് ആ വെള്ളട്ട ഒരു ഗ്ലാസ് എല്ലാവർക്കും കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള വർഷക്കാലം കഴിയോളം ഞാൻ ഇത് ചെയ്യലുണ്ട്. പിന്നെ ഞാൻ ഇത് തുളസിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കണ്ടത് നല്ല പുല്ലൊക്കെ അവിടെ ഈ സൈഡിൽ നന്നായിട്ട് കാടായി വരുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് പറിച്ച് കളയാമെന്ന് കരുതി ഞാൻ. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചക്കൊക്കെയുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ അയക്കണ്. അപ്പോൾ ലഞ്ച് എന്ന് പറഞ്ഞത് ഞാൻ കുട്ടികൾക്കുള്ള ടിഫിൻ ബോക്സൊക്കെ ഉണ്ടാക്കിയത് തന്നെയാണ് എനിക്കും വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം രാത്രിയൊക്കെ. ഇനി ചോറൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. അപ്പോൾ എന്നും അങ്ങനെ അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഈ ഒരു മഴൻ്റെ ഒഴിവിനനുസരിച്ചിട്ടും പിന്നെ നമ്മൾ രാവിലെ തന്നെ അല്ല ഇങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകിട്ടൊന്നും ഞാൻ ഇങ്ങനത്തെ പണിക്ക്, വൈകിട്ടൊക്കെ കൊതുകൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൊതുകിൻ്റെ ശല്യങ്ങൾ കുറയാനും അല്ലെങ്കിൽ ഈച്ച, പ്രാണി അങ്ങനെ എന്ത് ഒരു ചെറിയൊരു പ്രാണി ഉണ്ടാവില്ലുണ്ടല്ലോ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിസരം നല്ല വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ ഈ സൈഡിൽ എനിക്ക് അത്യാവശ്യം നല്ല പൊന്തിയിട്ടുണ്ട്, പുല്ലൊക്കെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് ഞാൻ വൃത്തിയാക്കലുണ്ട്. പറമ്പ് മൊത്തത്തിൽ നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല, പറമ്പ് കൂടുതലുള്ളവർക്ക്. പക്ഷേ നമ്മളെ വീടിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ എന്തായാലും വൃത്തിയാക്കിയിടണം.
ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചിട്ട് നല്ല നീറ്റാക്കി ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കട്ടെ. കൊതുക് മുട്ടടാനും അങ്ങനെ കൊതുക് ഒന്ന് സ്പ്രെഡ് ആവാനൊക്കെ അത് കാരണമാവും. പിന്നെ നമ്മൾ വൈകിട്ട് ഒരു 5 മണിക്ക് മുന്നൊക്കെ തന്നെ നമ്മളെ വീടിൻ്റെ ജനലുകളും വാതിലൊക്കെ ഒന്ന് അടച്ചിടുക, വീടിൻ്റെ ഉള്ളിലേക്ക് കൊതുക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പറമ്പാട്ട, അവിടെയൊക്കെ നന്നായിട്ട് പൊന്ത് വന്നിട്ടുണ്ട്. ആളെ വിളിച്ചിട്ട് ഇനി വെട്ടിക്കണം. ഞാൻ അവിടെ കൊണ്ടിടുന്നുണ്ട്. ഇപ്പോൾ വീടിൻ്റെ സൈഡുകളൊക്കെ ഞാൻ വൃത്തിയാക്കിയിടുന്നുണ്ട്. പിന്നെ ഞാനിതാ ബെഡ്ഷീറ്റ് മാറ്റിയിടണം കേട്ടോ. നമുക്ക് 2 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റിയിടുന്നത് നല്ലതാണ്. പിന്നെ അലർജിൻ്റെ പ്രശ്നമുള്ളവർക്കും ഒക്കെ ഈ വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തുമ്മലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് നമ്മൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് പൊടിയും കാര്യങ്ങളൊന്നും വീട്ടിൻ്റെ ഉള്ളിലില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അങ്ങനെ നമ്മൾ വൃത്തിയാക്കി കൊണ്ടുപോയാൽ തന്നെയാണ് ഈ വർഷക്കാലത്ത് വരുന്ന രോഗങ്ങളിൽ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്ക് പൊടിക്ക് നല്ല അലർജി ഉള്ള ആളാണ്. അപ്പം ഞാൻ നന്നായിട്ട് വീടിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കിയിട്ട് വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ എനിക്ക് വർഷക്കാലത്ത് തുമ്മൽ ഒക്കെ വരും. പറഞ്ഞില്ല, ഫാനിൻ്റെ മുകളിൽ പൊടി വരിക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കണോടത്തും കിടക്കണോടത്തൊക്കെ പൊടികളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തുമ്മൽ വരുന്നതാണ്. അപ്പോൾ ഞാനതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കലുണ്ട്. ഞാൻ മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ച് വാരിയിട്ടതാണ്. പിന്നെ നമ്മൾ കുളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി വേറെയുള്ള പണിക്കൊന്നും നിൽക്കണില്ല. അപ്പോൾ അത്യാവശ്യം സമയമൊക്കെ കഴിക്കണേ. അപ്പോൾ നമ്മൾ പുല്ല് പറിക്കാൻ വേണ്ടി നിന്ന കാരണം കൊണ്ട് കുറേ സമയം അങ്ങനെ പോയി. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോരോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി വരുമ്പോൾ തന്നെ പുല്ലുകളൊക്കെ കണ്ട് പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കുമ്പോൾ നമുക്ക് തന്നെ രസമില്ല. നമ്മൾ വീടും മുറ്റും പരിസരവും അല്ലെങ്കിൽ വീടിൻ്റെ 2 സൈഡും ബാക്ക് സൈഡും ഒക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ലതാണ്. ഇനി ഇതാണ് ഞാൻ വൈകുന്നേരമാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കണം കേട്ടോ, നാടൻ ബീഫ് കറി. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒരു 3 വീതം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി കേട്ടോ, ഒരു 15-20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെയൊക്കെ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി കൂടുതൽ ഇട്ടു കേട്ടോ. നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി കൂടുതലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു വലിയ ഉള്ളി ഇട്ടാൽ, അപ്പോൾ ഞാനൊരു 1/2 കിലോ 3/4 കിലോനോളം ഉണ്ടാവും ബീഫ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഇനി ഇത് വൈകുന്നേരം രാത്രിയൊക്കെ ഇനി ഇത് തന്നെയാണ് കഴിക്കുക. പിന്നെ ഇതൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മലപ്പുറത്തൊക്കെ ഉണ്ടാക്കണ സാധാ നല്ലൊരു അടിപൊളി ബീഫ് കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണ്. 2 സ്പൂണ് കാശ്മീരി ചില്ലി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1/2 സ്പൂണ് ഗരം മസാലയും 1 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് എന്തായാലും ഈ പൊടികൾ ഇങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ ഒന്ന് നന്ന് മൂത്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് കറിയാണെങ്കിലും ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അത് ഒരു നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ അതിലേക്ക് ഞാനെന്താ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരം ഒന്നിങ്ങനെ വാട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ബീഫ് കഴുകി ഊറ്റി വെച്ച ബീഫാണ്. ഒരു കിലോന് തികച്ചില്ല, അങ്ങനെയാണ് കേട്ടോ. 3/4 കിലോനൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് നമ്മളിട്ടിട്ട് ഇനി ഈ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഈ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. അല്ലെങ്കിൽ പച്ചവെള്ളമായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇനി ബീഫിൽ നിന്ന് തന്നെ വെള്ളം കയറി വരുമല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അതല്ല നമ്മൾ നന്നായിട്ട് കറിയായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ അധികം വെള്ളമില്ലാത്ത രീതിയിൽ അങ്ങനെ നമ്മളിതാ കുക്കർ അടച്ച് ഒരു 7 വിസിലടിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവിട്ട ഒരു 1/2 സ്പൂണോളം പെരുംജീരകവും കുറച്ചൊരു ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട്
ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എരിവിന് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓവറായിട്ട് എരിവ് കൂട്ടാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ ഒക്കെ എരിവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ എത്രയും ഉണ്ടെങ്കിലും നമുക്ക് ബീഫിക്ക് അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കറിവേപ്പിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് മൂത്തതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർഷക്കാലത്തായാലും ഏത് കാലത്തായാലും ബീഫും ആയാലും ചിക്കനായാലും ഒക്കെ ഒന്ന് അത്യാവശ്യം വേവിച്ചതിന് ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹാഫ് വേവിലൊന്നും നമ്മൾ ബീഫ് കഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ദഹനത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ നല്ല സെറ്റായി വരും കേട്ടോ, എല്ലാം കൂടി പിടിച്ചിട്ട്. നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയാണ് ഇത്. നമുക്ക് നമ്മൾ പൊറോട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഓവർ ഇങ്ങനെ വെള്ളമില്ലാതെ നമ്മളിങ്ങനെ ഒരു ടൈപ്പിലാണ് ബീഫ് എപ്പോഴും ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ബീഫ് ആണിത്. അപ്പോൾ ഞാനിതാ കുറച്ച് പ്ലേറ്റിൽ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇനി വൈകുന്നേരമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കാത്ത കാരണം കൊണ്ട്. അപ്പോൾ അത് ഇനി ഞാൻ പഴംപൊരിയും കൂടി പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പഴംപൊരി ബീഫും കൂടി കഴിക്കാനൊരു ഇതിട്ടാ. ബീഫ് അങ്ങനെ ചൂടോടുകൂടി ബീഫ് കാണുമ്പോൾ പിന്നെ ഈ വർഷക്കാലം കൂടി ആയി കഴിഞ്ഞാൽ നല്ല രസമാണല്ലോ. നമ്മൾ നല്ല മഴ പെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചില ദിവസങ്ങൾ ഇങ്ങനെ കഴിക്കാൻ തോന്നില്ലേ. ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കലുണ്ട് പഴംപൊരിയും ബീഫും കൂടി. പിന്നെ ചില സമയത്ത് നമ്മൾ ഇതേപോലെ മഴ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പരിപ്പ് വടിയും ചായയും കൂടി കുടിക്കാനാണ് തോന്നില്ലേ. അങ്ങനെ അപ്പോൾ അതും നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട്. അല്ലെങ്കിൽ ഉഴുന്ന് വടിയും ചായയും അങ്ങനെയൊക്കെ ഓരോരോ സമയത്ത് ഓരോന്ന് തോന്നുക. അപ്പോൾ ഇന്ന് നല്ല ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ കരുതി പഴംപൊരി ചായയും കൂടി കുടിക്കാമെന്ന് എഴുതിയിട്ടൊന്ന് പഴംപൊരി ഉണ്ടാക്കിയത്. അത് നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് പഴംപൊരിയും ബീഫും കൂടി. അപ്പോൾ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ മഴയൊക്കെ അങ്ങനെ കണ്ടിട്ട് ഞാൻ ഫുഡ് കഴിക്കണത് പഴംപൊരി കഴിക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതാ നല്ല ടേസ്റ്റിൽ കഴിക്കുന്നുണ്ട്. കുട്ടികൾ രണ്ടുപേരും സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ മഴയും കണ്ടുകൊണ്ട് പുറത്തിരുന്നിട്ടാണ് ഞാൻ കഴിക്കണത്. അപ്പോൾ നമ്മൾ എന്ത് ഫുഡും ഈ വർഷക്കാലങ്ങളിലൊക്കെ ഒന്ന് ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. കുറേ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതെ പിന്നെ അല്ലെങ്കിൽ രാവിലെ എടുത്ത് വെച്ച് രാത്രി വരെ അത് ചൂടൊന്നും ആക്കാതെ കഴിക്കണത് നല്ലതല്ല. നമ്മൾ എന്ത് ഫുഡും നല്ല ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് വർഷകാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മൂടി വെക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കരുത്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വർഷകാലങ്ങളിൽ ശ്രദ്ധിക്കണം. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഇങ്ങനെ വെറുതെ കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കുറച്ച് പഴങ്ങൾ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. സപ്പോട്ട, റംബുട്ടാൻ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് മാവിൻ്റെ തൈകൾ അങ്ങനെയൊക്കെ കുറച്ച് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പേരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് കുറച്ച് റംബുട്ടാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല കളർ വരാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. അപ്പോൾ തന്നെ കുട്ടികൾ പറയുന്നത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് റംബുട്ടാൻ. അപ്പോൾ ഞാൻ റംബുട്ടാൻ്റെ ഒരു തൈയല്ല ഒരുപാട് തൈകൾ വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ മുകളിലാണ് കായ്ക്കണുള്ളൂ കേട്ടോ. കായ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഞാൻ കൊണ്ടുണ്ട്. ഇങ്ങനെ ആയാൽ തന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ നല്ല പഴുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഴിച്ച് പിന്നെ അതാ നമ്മളിനി വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രികൾക്ക് എന്തെങ്കിലും വേണം. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു സംഭവം ഉണ്ടാക്കുന്നത് അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ടെടുത്ത് പിന്നെ കുറച്ച് വലിയ ഉള്ളി ഇട്ട് അവർ 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ഉരുളൻകിഴങ്ങ് ഇട്ടാ. അപ്പോൾ അതും ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചോറ് ഉണ്ടാക്കണില്ല, ഏതായാലും ഒന്ന് ചോറ് വെക്കാനൊരു മടി. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാട്ടാന്ന് എണ്ണയിൽ ഉണ്ടാക്കാത്തൊരു സംഭവമാണ്. പിന്നെ അപ്പോൾ ക്യാരറ്റും ഉരുളൻകിഴങ്ങും നമ്മളെ വലിയുള്ളിയും കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഞാൻ. അതുകൊണ്ട് അതൊന്ന് വെന്ത് കിട്ടണം. നമ്മൾ പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉരുളൻകിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ചെറുതാക്കി കട്ട് ചെയ്താണ്. അപ്പോൾ അത് അവിടെ കിടന്ന് വേവണ സമയം കൊണ്ട് ഇനി നമുക്ക് ഒരു ഇത് മാവും കൂടി ഉണ്ടാക്കിയെടുക്കാണ്ട് നമ്മൾ ഇത് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ഒരു പാത്രം നമ്മൾ ഇത് മൈദ മാവും ഒരു പാത്രം നമ്മൾ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. 2 മാവും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മളിതങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കണം.
എന്നിട്ട് ഞാനിത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈവനിങ്ങിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ, സ്നാക്സ് ആക്കിയിട്ട്. പിന്നെ നമ്മൾ എണ്ണയിൽ പൊരിക്കാത്ത പലഹാരം അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വെജിറ്റബിൾസൊക്കെ നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഉണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ബീഫിൻ്റെ നമ്മൾക്ക് കറി ഉണ്ടല്ലോ, ഗ്രേവി ഉണ്ടല്ലോ. അപ്പോൾ ഞാനിനി അത് ഇനി ചിക്കനും മുട്ടയൊന്നും ചേർത്ത് കൊടുക്കാതെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി പുഴുങ്ങിയെടുക്കാമെന്നൊക്കെ എത്തുന്നത്. അപ്പോൾ അത് നമ്മളെ ബീഫ് കറിയും കൂടി കൂട്ടിയിട്ട് കഴിക്കാമെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഇനി ചോറുണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് വരും, പിറ്റേ ദിവസം നമ്മൾ യൂസ് ചെയ്യലില്ല. അപ്പോൾ ഇത് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്, നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റിനും ഉരുളക്കിഴങ്ങും കുറച്ചൊരു വേവുണ്ടല്ലോ, അതാണ് ആദ്യം അതൊന്ന് വേവിച്ചെടുത്തത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് പൊടികളും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുന്ന വരെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ സമയത്ത് ചിക്കൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെജിറ്റബിൾ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണോളം സോയ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റായി വരും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൂടി ചേർത്തിട്ട് കുറച്ച് നേരം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഉരുളകളാക്കി വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു, ഓരോന്നെടുത്തിട്ട് ഇതുപോലെ അങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല വെച്ചിട്ട് ഇനി മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യട്ടെ. നമ്മൾ പത്തിരി പ്രസ്സുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യൽ. അങ്ങനെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ വേഗമായി കിട്ടും. അപ്പോൾ ഇത് നമ്മളിനി പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത്. അത് പൊരിച്ചെടുക്കാനും പറ്റും. ഞാൻ പറഞ്ഞ പോലെ ചിക്കനും മുട്ടയൊക്കെ അതിലിട്ടിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓയിൽ അധികമുള്ള സാധനങ്ങൾ ഞാൻ കൂടുതൽ ഉണ്ടാക്കലില്ല. പിന്നെ പഴംപൊരി, പരിപ്പ് വട അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കും, അത്രയേ ഉള്ളൂ. കഴിയുന്നതും ഓയിൽ ഉള്ളത് ഞാൻ ഉണ്ടാക്കലില്ല. അപ്പോൾ ഇത് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിനി അങ്ങനെ ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫ് കറി കൂട്ടിയിട്ട് കഴിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മളിന്ന് വേറൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ചോറിനോട് വലിയ അത് കുട്ടികൾക്കും ഇല്ല. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതിയെന്ന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പുഴുങ്ങിയിട്ട് ഇത് ബീഫ് കറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. എല്ലാതും അതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോ മാറ്റത്തിലൊക്കെ ഉണ്ടാക്കിട്ടായിരുന്നു. ചോറും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കഴിക്കലൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് മതി. അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് കിടക്കും. നേരത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണത് നല്ലതാണ്. അപ്പോൾ ഒരു 7 മണിക്ക് ഒരു 7:30 നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കഴിക്കട്ടെ, എന്നിട്ട് നേരത്തെ കിടക്കാനൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ നല്ലതാണ് നമ്മൾ രാത്രിയിൽ. പിന്നെ നമ്മൾ ഇതന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മിക്കവാറും വർഷക്കാലങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല വേവിച്ചിട്ടുള്ളതും ചൂടുള്ളതുമായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെജിറ്റബിൾസ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യട്ടെ. കുട്ടികൾക്കായാലും പ്രതിരോധശേഷി വർദ്ധിക്കാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ അടിക്കുന്നതും തുടക്കമൊന്നും കാണിച്ചിട്ടില്ല, അതൊക്കെയൊന്നും ചെയ്യണതല്ലേ എന്ന് എഴുതിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഏതെങ്കിലും വീഡിയോ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. കമൻസുകൾ അറിയിക്കുക. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും കമൻസുകൾ എന്തെങ്കിലും ഉണ്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.